പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിന്റെ കാലഘട്ടം അല്ലെങ്കിൽ ഈ റമദാൻ മാസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടിച്ചേരലിന്റെയും കൗതുകത്തിന്റെയൊക്കെ ഒരുപാട് ഓർമ്മകളാണ് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഒരുപക്ഷെ നമ്മൾ 1-2 നോമ്പുകളൊക്കെ എടുത്താൽ തന്നെ അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് ആ സമയത്ത് ഫീൽ ചെയ്തിരുന്നത്. പിന്നെ ഈ സമൂഹത്തിൽ വലിയ മാറ്റം ഈ നോമ്പിന്റെ സമയത്ത് നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇവിടെ റുട്ടീനിൽ ചേഞ്ച് വരും, മാനസിക ചിന്താഗതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അങ്ങനെ സമൂഹത്തിൽ ഒരു വലിയ മാറ്റം നടക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ റമദാൻ മാസം തോന്നിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ മുതിർന്ന സമയത്ത് സംഘടനകളുടെയൊക്കെ ഭാഗമായിട്ട് നോമ്പുതറ സംഘടിപ്പിക്കും, ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കും, സമൂഹ നോമ്പുതറയുടെ ഭാഗമാകും. അപ്പോഴൊക്കെ ഒരു അനുഷ്ഠാനത്തിന്റെയോ ത്യാഗത്തിന്റെയോ വിശ്വാസത്തിന്റെയോ എന്നതിലുപരി ഇത് ഒരു പങ്കുവെക്കലിന്റെയും കൂട്ടായ്മയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ ഒരു കാലഘട്ടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സമാധാനത്തിന്റെ ഒരുപാട് മാനസികപരമായിട്ട് ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു കാലഘട്ടമാണ് ഈ റമദാൻ കാലഘട്ടം. അപ്പൊ റമദാൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം കൊടുക്കുന്ന ഒരു വലിയ സന്ദേശം സമാധാനം തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ കാലത്ത്, ഈ യുദ്ധങ്ങളുടെ കാലത്ത് സമാധാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ലോകമെമ്പാടുമുള്ള എല്ലാവരും സമാധാനത്തോടെ ഇരിക്കാനും സന്തോഷത്തോടെ ഇരിക്കാനും പ്രാർത്ഥിക്കാം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രിയപ്പെട്ടവർക്കും റമദാൻ ആശംസകള്, പെരുന്നാൾ ആശംസകള് നേരുകയാണ്. താങ്ക് യു സോ മച്ച്.